ഹായ് ഫ്രണ്ട്സ്, അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിൻ്റെ പെസഹ വ്യാഴത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് പൂങ്കാവ് പള്ളിയിലാണേ. അപ്പോൾ ഇവിടെ ചിത്തരഞ്ജൻ MLA ഉണ്ട്, MP KC വേണുഗോപാൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ പൂങ്കാവ് പള്ളിയിലാണേ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പള്ളികളുള്ള സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയെന്ന് പറയുന്ന ആലപ്പുഴ പൂങ്കാവ് പള്ളിയും പിന്നെ നമ്മുടെ ഞാനൊക്കെ ജനിച്ച് വളർന്ന ആലപ്പുഴ ചേർത്തല തങ്കിപ്പള്ളിയുമാണ് കേട്ടോ. വ്യാഴാഴ്ച വൈകുന്നേരം, പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം എല്ലാ വർഷമുള്ളൊരു ചടങ്ങാണ് ഇവിടുത്തെ ഈ ദീപക്കാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ ഇത്. എല്ലാ മതത്തിലുള്ളവരും ഇവിടെ പെസഹ വ്യാഴം ദുഃഖവെള്ളി അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വന്ന് സാഹോദര്യത്തിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. യേശുക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ മതസ്ഥരും തുല്യരാണല്ലേ, മനുഷ്യത്വം മാത്രം മതിയല്ലോ, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി തന്നെ നടക്കുന്നൊരു ചടങ്ങാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് നമുക്കിപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ചെറുപ്പം മുതൽ പള്ളിയിൽ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും അവിടുത്തെ കഞ്ഞിയും ഒക്കെ കുടിച്ച് വളർന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ ഇതിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ നല്ലൊരു ഇവിടെയാണ് കേട്ടോ ശരിക്കും കർത്താവിനെ നാളത്തേക്ക് ദുഃഖവെള്ളിയാഴ്ച കിടത്താൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേജൊക്കെ ഫുള്ള്, സ്റ്റേജല്ല ശരിക്കും ഇത് പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അപ്പോൾ അകത്ത് പള്ളിയുടെ അകമൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു കൽവിളക്ക് ഉണ്ട്, ഈ വിളക്കാണ് KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ നമ്മളത് ഇവിടെയൊക്കെ ഉണ്ട്, നല്ല വ്യത്യസ്തമായ വിളക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും കത്തിച്ച് ഇനി 12 മണി വരെ എല്ലാവരും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോഴാണ് രൂപം അപ്പുറയാണ് വേറെ കിടത്തിയിരിക്കുന്ന, ഇപ്പുറത്തോട്ട് രൂപം കൊണ്ടുവരും യേശുക്രിസ്തുവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഇവിടെ കണ്ട കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ, അമ്മമാർ ഭയങ്കര പ്രാർത്ഥനയിൽ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കട്ടെ. കൽവിളക്കിൽ ഒഴിക്കുന്ന എണ്ണകൾ ഇപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് എണ്ണ ഒഴിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തത് ഇതുപോലെ ചെറിയ കുപ്പികളിൽ കൊണ്ടുപോകും കേട്ടോ. അത് നമുക്കൊരു വിശ്വാസമാണ് ശരിക്കും. നമ്മളത് അസുഖങ്ങളൊക്കെ വരുമ്പോൾ, കാലുവേദന കൈവേദനയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും കൊണ്ടുവന്നത്. ഇവിടെ മുല്ലപ്പന്തൽ നല്ല അടിപൊളിയായിട്ട് നിറയെ മുല്ലമൂട്ടുകൾ തെർമോബോട്ട്സിലൊക്കെ കൊണ്ടുവന്നിട്ട് അതെല്ലാവരും അലങ്കരിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് രൂപത്തെ എനിക്ക് കിടത്തുന്നത് കേട്ടോ. അപ്പോൾ താഴെ അത് സെറ്റ് ചെയ്തിട്ടൊക്കെ ഇതെല്ലാം മേളിലോട്ട് സെറ്റ് ചെയ്ത് ഈ പന്തൽ മേളിലോട്ട് പൊക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. അതൊക്കെ നമുക്ക് വെള്ളിയാഴ്ചത്തേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിനി പതുക്കെ വീട്ടിലോട്ട് പോകട്ടെ. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കൊന്ന് തഗ്ഗിപ്പള്ളിയിൽ പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും. ഇവിടത്തേക്കാളും ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് തഗ്ഗിപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പോകും. പിന്നെ വെള്ളിയാഴ്ചയാണ് നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നത്. നമ്മൾ കൂടുതലും വെള്ളിയാഴ്ച രാത്രി സമയത്താട്ടോ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് രൂപ ഇപ്പോൾ കിടത്തിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.